24ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ പുരോഗമിക്കുകയാണ്. ആരായിരിക്കും CPM-ന്റെ അടുത്ത ജനറൽ സെക്രട്ടറി എന്ന ചോദ്യം വളരെ ശക്തമായി ഉയരുന്നുണ്ട്. ഒരു മലയാളിക്ക് സാധ്യതയുണ്ടോ? അല്ല, ഈ പാർട്ടിയെ പറ്റി നമുക്ക് ചുക്കും അറിയില്ല, ഇനി അങ്ങനെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആരായിരിക്കും എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മണ്ടത്തരായിപ്പോകും. പക്ഷേ പറ്റിയ ഒരാൾ ആരാണെന്ന് വേണം നമുക്ക് പറയാം. അത് ബേബിയാണ്. സാധ്യത അല്ല, പറയാൻ പറ്റും. ഈ പാർട്ടിയെ പറ്റി പാനലിനെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൽ പ്രമുഖനെ പറയാം. അല്ലാതെ ഈ പാർട്ടിയെ പറ്റി നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല, എനിക്കും ഒരു ചുക്കും അറിയില്ല. അവർക്ക് മാത്രമേ അറിയാവുന്ന കാര്യം. RSS പൊതുവെ പറയുന്ന കാര്യമുണ്ട്. ഞാനൊക്കെ പണ്ട് വിമർശിക്കുമ്പോൾ പ്രകൃതി RSSനെ മനസ്സിലാങ്ങനെ RSSൻ്റെ ശാഖകളിൽ പോകണം. അല്ല പുറത്തുനിന്ന് നോക്കിയാലോ പുസ്തകങ്ങൾ വായിച്ചാലോ ഒന്ന് RSSനെ മനസ്സിലാക്കണം. അത് കുറേയൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ശാഖയിലൊന്നും പോയില്ല. നമ്മുടെ സുഹൃത്തുക്കളെ RSSകാരുടെ ഇടപഴകിയപ്പോഴാണ് എനിക്ക് ഈ പറയുന്നതിന് അത്രയും ഭീകരതൊന്നും ഇതിൻ്റെ ഉള്ളിലില്ലെന്ന് മനസ്സിലായത്. അപ്പോൾ കുറേയൊക്കെ ശരിയായിരിക്കും. ഇപ്പം CPM അങ്ങനെയല്ല. RSS സംസാരിച്ചാലേ ഇപ്പം കുറച്ചൊക്കെ RSSും CPM തമ്മിലൊരു വ്യത്യാസമുണ്ട്. രണ്ടും കേഡറാണ്. പക്ഷേ CPM ഒരു പൊളിറ്റിക്കൽ പാർട്ടി. RSS വേറെ ഒരു സാംസ്കാരിക സംഘടനയാണ്. പല പൊളിറ്റിക്സിൽ അഭിപ്രായങ്ങൾ പറയുകയും പൊളിറ്റിക്സ് ഉണ്ട്. അവർക്ക് കക്ഷി രാഷ്ട്രീയം പറയാൻ വേറൊരു വിങ് ഉണ്ട്. ഇവർക്ക് കക്ഷി രാഷ്ട്രീയം പറയാൻ RSSന് വേറെ വിങ്. CPM കക്ഷി രാഷ്ട്രീയമാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പം ഏതാണ്ട് പക്ഷെ രണ്ടും കേഡർ സ്വഭാവമുള്ളത്. പക്ഷേ RSS കുറച്ചുകൂടിയൊക്കെ നമുക്ക് RSSായിട്ട് സംസാരിച്ച ചില കാര്യങ്ങൾ പിടികിട്ടും. പിന്നെ പരിധി കൂടുതലൊന്നും RSS ഇൻബിറ്റ്വീൻ നമ്മൾ ഇൻറ്റിമേറ്റായി സംസാരിക്കാൻ കള്ളമ്പൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ പുറത്തവരെങ്ങനെയൊക്കെ പറയുമെങ്കിൽ നമ്മൾ ഇൻറ്റിമേറ്റ് ഒരു കാര്യം അറിയാൻ വേണ്ടി സംസാരിക്കുമ്പോൾ അവർ തോന്നുന്നു. അവർ നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ അവർ പറയും. എനിക്ക് ഞെട്ടിപ്പോയിട്ടുണ്ട് ചില ആളുകളൊക്കെ എന്നോട് പറഞ്ഞിട്ട്. ഭയങ്കര രസമായി. ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. കാരണം നമ്മളെ പ്രൈവറ്റ് ടോക്കിൽ നമ്മളെ വിശ്വാസത്തെ പുറത്തുള്ളതല്ലേ. പക്ഷേ RSS അങ്ങനെ പറയാം. അവർക്ക് അതിന് മടിയില്ല. പക്ഷേ CPM-മാരുണ്ടല്ലേ ഏറ്റവും ക്ലോസ് ആണെങ്കിൽ പോലും അവർ പറയില്ല. ഉറപ്പാണ്. എനിക്കത് P ജയരാജേട്ടെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അത് ഞാൻ അദ്ദേഹത്തെ പല കാര്യങ്ങളും ഒരു കാര്യം പാർട്ടിക്കെതിരെയോ അല്ല നടന്ന സമ്മേളനത്തെ പറ്റി ഒന്നും രാഷ്ട്രീയം പറയില്ല. താങ്കൾ ഈ പാർട്ടിയോടൊരു സഹയാത്രികനായി അല്ല മുമ്പ് ഞാൻ SFIക്കാരനായിരുന്നുണ്ട്. ഞാൻ കോൺഗ്രസ് കുടുംബത്തിൽ വന്നാണ്. SFIക്കാരനായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡൽഹി പഠിക്കുന്ന സമയത്ത് ജനയുഗത്തിൻ്റെ കറസ്പോണ്ടൻ്റ് ആയിരുന്നു. എനിക്ക് CPM നല്ല ബന്ധമാണ്. CK ചന്ദ്രപ്പൻ, K ഇസ്മായിൽ, ഇവൻ കാനമായിട്ട് ഞങ്ങൾ ചെറിയ വിഷയത്തിനുള്ള തെറ്റാണ്. നല്ല ബന്ധമാണ്. എങ്കിലും ഇപ്പോൾ എൻ്റെ മാനസികമായിട്ട് എനിക്ക് അടുപ്പം EMSനാണ് എൻ്റെ ഒരു ഐക്കണായി കണ്ടത്. പൊളിറ്റിക്കലി മാനസികമായിട്ട് SFIയിലെ പ്രവർത്തനമൊക്കെ CPM-ആയിട്ടാണ്, CPI-നെ കാട്ടും. സഹായത്രികയെന്ന് ഇപ്പം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം കുറേ അലവലാദികളെ സഹായത്രികയെന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനമൊന്നുമായിട്ടൊരു ബന്ധമില്ലാത്ത മോഡീൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ട് അതെന്താ വലിയ സംഭവമാണ്. അതായത് പ്രധാനമന്ത്രിയായ മോഡീനാണ് ഞാനൊക്കെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ മുമ്പുള്ള മോഡി ഉണ്ടല്ലോ, ഇടതുപക്ഷക്കാരെ സംബന്ധിച്ച് ആ മോഡി അങ്ങേയറ്റം വെറുക്കപ്പെട്ട ആളാണ്. ആ മോഡീൻ്റെ കൂടെ എന്തോ ഒരു മോഡിനെ പിന്നാലെ പോയി രണ്ട് ചോദിച്ച് ഇൻ്റർവ്യൂ എടുത്തത് അതെന്താ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലിട്ട് ആറാടി. അവസാനം സാഹചര്യം കിട്ടിയപ്പോൾ ഇങ്ങോട്ട് വന്നു. ഇപ്പോഴത്തെ മോഡീനെ ഫാസിസ്റ്റ് എന്ന് വിമർശിക്കുന്ന ഒന്മാരുണ്ട്. ഇപ്പോഴത്തെ മോഡി നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ഗുജറാത്ത് മോഡിയെ നമ്മൾ മാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ രാജ്യത്തിന് പൊതുവേ ഗുണകരമായിട്ടുള്ള കാര്യം. അതൊക്കെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ല ഗുജറാത്ത് മുഖ്യമന്ത്രിനല്ല. അങ്ങനെയുള്ള ആളുകളാണ് പലരും സഹായത്തിൽ ഇപ്പം വന്നിട്ടുള്ളത്. അതിൻ്റെ എന്തുകൊണ്ട് അങ്ങനെ വന്നു നിങ്ങൾക്ക് ഗസ് ചെയ്താൽ മനസ്സിലാവും. നമ്മളൊക്കെ പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് സപ്പോർട്ട് ചെയ്തത്, ഭരണപക്ഷത്തിരിക്കുമ്പോൾ അല്ല. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ കൂട്ടത്തിൽ വേറെ അവരൊക്കെ പല അവതാര കളികളും കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം സഹയാത്രിക എന്ന് ആ പേരെടുത്താൽ തന്നെ ചിലപ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന വല്ല കാര്യങ്ങൾക്കും നമ്മൾ അവതാരമായി പോകും. നമ്മളും കൂടി പിന്നെ ആളുകൾ സഹയാത്രിക എന്നല്ലേ പറയുക. ആളുകൾ പെട്ടെന്ന് ഇവനെന്ന ആളുകൾ ശ്രദ്ധിക്കുക പോലും ഇല്ല. പെട്ടെന്ന് ആരെ ശ്രദ്ധിക്കുന്നത്. ഞാനൊക്കെ എനിക്ക് ശരിയെന്ന് തോന്നി എല്ലായിടത്തും പറയുന്നുണ്ട്. എല്ലായിടത്തും എനിക്ക് മിത്രങ്ങളുണ്ട്, ശത്രുക്കളുമുണ്ട്. അപ്പോൾ നമ്മൾ സ്വയം ഫോക്കസിലേക്ക്. അതുകൊണ്ട് ഞാൻ സഹയാത്രികണമെന്നല്ല. എനിക്ക് മനസ്സിലുള്ള സ്നേഹമുണ്ട്, ഒരു ഇഷ്ടമുണ്ട്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് അവരുടെ പ്രധാന ശത്രു എന്ന് പറയുന്നത് RSSും BJPയും തന്നെയാണ്. പക്ഷെ താഴെ തട്ടിൽ RSSും BJPയും ചെറിയ കുട്ടികളിൽ തുടങ്ങി വലിയ സ്വാധീനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ബാലഗോകുലം പോലെയുള്ള സംഘടനകളിലൂടെ. അപ്പോൾ അതിനെ മറികടക്കാൻ ആ താഴെത്തട്ടിൽ ഇപ്പോൾ ബാലസംഘമൊക്കെ ഇവർക്കുണ്ട്. പക്ഷേ അത് വേണ്ട വിധത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നില്ല. ഈ RSSനെ ചെറുക്കാൻ, RSSൻ്റെ വളർച്ച തടയാൻ ഏറ്റവും താഴെ തട്ട് തൊട്ട് ആ തരത്തിൽ പ്രവർത്തിച്ചു വരണം എന്നാണ് പാർട്ടി കോൺഗ്രസ് പറയുന്നത്. അതിൻ്റെ അർത്ഥം RSSനെ മാതൃകയാക്കണമെന്നാണ്. അങ്ങനെയല്ല. ഇവർക്ക് ബാലസംഘം RSSൻ്റെ ബാലസംഘത്തെക്കാളും സ്ട്രോങ്. എനിക്കറിയാം. ഞാൻ കുട്ടിക്കാലത്ത് ഞാൻ കോൺഗ്രസ് ആയിരിക്കും അറിയാതെ സൈഡിൽ കയറിപ്പോയിട്ടുണ്ട്. അത് സിസ്റ്റമാറ്റിക്കായി റൺ ചെയ്യുന്നുണ്ട്. ബാലസംഘം മിക്കവാറും ശ്രീകൃഷ്ണ ജയന്തി കൂടുന്ന സമയത്താണ് സജീവമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ചില സ്ഥലത്ത് ഇവിടെയൊക്കെ ചിലപ്പം ആഴ്ചയിൽ ഒരിക്കൽ കൂടുന്നുണ്ടാവും. ബാലസംഘം അങ്ങനെയല്ല.
ബാലസംഘം അവർ കൃത്യമായിട്ട് കൂടുന്നുണ്ട്, ആഴ്ചയിൽ ഒരിക്കൽ കൂടുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവർ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. അപ്പം RSSനെ റെസിസ്റ്റ് ചെയ്യാൻ അതുകൊണ്ടൊന്നും പറ്റില്ല. RSSൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഈ കമ്മ്യൂണിസ്റ്റുകാരെ വെച്ച് നോക്കുമ്പോൾ അവർ ഈ നാട്ടിൻ്റെ സംസ്കാരത്തെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ നാട്ടിലെ സംസ്കാരം പാരമ്പര്യത്തെ ഇവിടുത്തെ സംസ്കാരം, ഇവിടുത്തെ ഭൂരിപക്ഷം ഹിന്ദുക്കൾ. ആ ഹിന്ദുക്കളിൽ ഇപ്പോൾ ഹിന്ദുത്വവാദികൾ എന്ന് പറയുന്ന ആളുകൾ അതിനെ കൂടുതൽ അറ്റാച്ച്ഡ് ആയിരിക്കും. ഹിന്ദുക്കൾ എന്ന് പറയുന്നത് വിശാല അർത്ഥത്തിൽ 30% അറ്റാച്ച്ഡ് ആയിരിക്കും. RSSന് അഡ്വാൻറ്റേജ് കിടക്കുന്ന അവിടെയാണ്. കാരണം നിങ്ങൾ നിത്യജീവിതത്തിൽ നിരന്തരം ഇടപെടുന്ന നിങ്ങൾ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ RSSായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും കാണാൻ പറ്റും. CPMന് അത്ര കാണാൻ പറ്റില്ല, അത് പുറത്തുനിന്ന് വന്ന ഒരു ആശയമാണ്. പക്ഷേ സാമ്പത്തികമാകുമ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതുവെയുള്ള വളർച്ച, വികസനം, ഇതിലൊക്കെ അവർ കാര്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതേസമയം ഇതിൻ്റെ നെഗറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട്, പിന്നെ സാമ്പത്തിക ജീവിതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ CPMമാർക്കുള്ള ഈ അഡ്വാൻറ്റേജ്, അതായത് കേരള മോഡൽ എന്നുള്ളൊരു അഡ്വാൻറ്റേജ്, അത് തൽക്കാലം എനിക്കൊന്നും BJPക്ക് അത് കണ്ടന്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കൾച്ചറൽ സ്പേസിൽ BJPക്കുള്ള അല്ല RSSനുള്ള ഹിന്ദുത്വവാദികൾക്കുള്ള അവർ പോലും അറിയാത്ത ഒരു മേൽക്കൈയുണ്ട്. അത് RSSന് വെക്കുന്നവൻ പോലും ആ ഹിന്ദു എന്നുള്ള കാറ്റഗറിയിൽ പെടുന്ന ആളാണ്. അപ്പം അത് CPM അത് അഡ്രസ്സ് ചെയ്യാൻ ഒക്കെ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ഗണപതി ഉത്സവം നടത്താൻ നോക്കുമ്പോൾ ഒക്കെ കൺഫ്യൂഷൻ വന്നു, അതാണ് കാര്യം. പക്ഷെ കേരളത്തിലെ ഇപ്പോഴും ഏറ്റവും വലിയ ഒരു ഹിന്ദു പാർട്ടി എന്നറിയപ്പെടുന്നത് CPM ആണ്. അതല്ല ഞാൻ പറഞ്ഞത്. എന്നിട്ടും അവർക്ക് അതാ പറഞ്ഞത് ഇതിനെ ചെറുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വൈരുദ്ധ്യമില്ല. എന്തിനാ RSSനെ? അതെ, അല്ലല്ല, അത് അവർ ചെറുക്കുന്നതുകൊണ്ടാണല്ലോ ഈ ഇത്രയും കാലം RSS ഏറ്റവും ശക്തമായ യൂണിറ്റുള്ള സ്ഥലമല്ലേ കേരളം. എന്തുകൊണ്ടാണ് പൊളിറ്റിക്കൽ അമിത്ഷാ പറയുമ്പോൾ ഇപ്പോൾ സീറ്റുകളെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തത്? അതിന് വലിയ CPM ആണ്. ഹിന്ദുക്കളുടെ ഇടയിൽ പോലും തന്നെ അതിൽ ഈ മുന്നണി രാഷ്ട്രീയവും അതിനൊരു വലിയ മുന്നണി രാഷ്ട്രീയം ആ രീതിയിൽ നിലനിർത്തുന്നത്. രണ്ട്, അതിനെതിരെ ഒരു RSSനെതിരെയുള്ള എന്താണ് ബോധവൽക്കരണം നടത്തുന്നതും CPM ആണ്. അതല്ല അമിത്ഷാ പറഞ്ഞത്, സീറ്റുകളെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഹിന്ദുക്കളെ ആളുകളോട് നിങ്ങൾ ചോദിച്ചോളൂ, ഒരു 30% RSSനെ കാണുമ്പോൾ ഒരുമായി പുച്ഛമാണ്. ചാണകം എന്തെങ്കിൽ ഞാനൊന്നും ഇതുവരെ ചാണകം എന്ന് വിളിച്ചില്ല, സംഗീതം ഞാൻ പരമാവധി വിളിക്കാറില്ല, അവരങ്ങനെ വിളിക്കുള്ളൂ. അതെങ്ങനെ ഉണ്ടാക്കിയതാണ്? കോൺഗ്രസ്സുകാരുടെ അത്ര പ്രശ്നമില്ലല്ലോ. അവരറിയാം ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും കുഴപ്പമില്ല, ദേശീയവാദികളാണെന്നൊക്കെ പറയും. അതുപോലെ ഒരു അറിയില്ല. അത് നിങ്ങൾക്ക് കണ്ണൂരും ആലപ്പുഴയൊക്കെ പോയാൽ മനസ്സിലാവും. RSS നിങ്ങൾക്ക് എന്തോ ഒരു ഭയങ്കര വെറുപ്പും ഒക്കെയാണ് അവർ. അതെ അതെ, അത് CPM ആ രീതിയിൽ അത് കൊണ്ടുപോകുന്നതുകൊണ്ടാണ്. അതിലൊക്കെ അവർ വലിയ പരിധി വരെ സക്സസ്ഫുള്ളാണ് RSSനെതിരെ. പക്ഷേ അതും RSS എന്ന് വെച്ചാൽ ഈ പറയുന്നതിന് അതിൽ അവരതും കണ്ട് എങ്കിലും അവരുടെ പ്രവർത്തനം അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. CPMനെ സംബന്ധിച്ച് ആ ടെമ്പോ ഇനി എത്ര കാലം നിലനിർത്താൻ പറ്റുന്നുള്ള വലിയ ചോദ്യം. ആ ടെമ്പോ നിലനിർത്തുന്നുള്ള ഇമ്പോർട്ടൻ്റ്. മാത്രമല്ല നിങ്ങൾ പറഞ്ഞ പോലെ മുന്നണി സംവിധാനം ഇമ്പോർട്ടൻ്റ് ആണ്. തുടർഭരണങ്ങൾ വരുമ്പോൾ മുന്നണി സംവിധാനം തകരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒന്ന് തകർന്നു കഴിഞ്ഞാൽ മറ്റത്തിൽ സമവാക്യങ്ങളൊക്കെ മാറും. സമവാക്യങ്ങൾ മാറുമ്പോൾ അപ്പോൾ അത് RSSന് കയറാൻ പറ്റും. മാത്രമല്ല ഇപ്പം പല കാരണങ്ങൾ കൊണ്ടും RSS പൂർണ്ണമായിട്ടും പുറത്ത് തള്ളിപ്പോയാൽ ഉള്ളിൽ തള്ളിപ്പോയാൽ പലർക്കും പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം പലതും കിടക്കുന്നുണ്ട്. അതൊരു ചോദ്യമാണ്. പക്ഷേ പാർട്ടി കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് RSSുമായി ഒരു പ്രത്യയശാസ്ത്രപരമായ യുദ്ധം തന്നെ വേണ്ടിവരും എന്നാണ്. അത് അങ്ങനൊരു ഇത്രയും കാലം നടത്തിയതപ്പോൾ പിന്നെ പ്രത്യയശാസ്ത്രപരമായ യുദ്ധമല്ലേ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇനിയും അതങ്ങനെ കൊണ്ടുപോയാൽ ഈ CPM ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ആശയം അനുസരിച്ച് മുന്നോട്ട് പോയാൽ വിചാരിച്ചതുപോലൊരു വിജയം അവർക്ക് നേടാൻ സാധിക്കും. അല്ല, പോയാൽ പറ്റും. പക്ഷേ പോകാന്നുള്ള അത്ര എളുപ്പമല്ല. പുതിയ പണ്ടെന്ന് വെച്ചാൽ ക്ലോസ്ഡ് ആയിരുന്നു, ഇൻഫർമേഷൻ കിട്ടാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇവരെ പാർട്ടി ക്ലാസ്സും അഥവാ മനോരമയും മാതൃഭൂമിയും വായിക്കേണ്ടിയിരുന്നു. ഇപ്പോൾ ഇൻഫർമേഷൻ എന്ന ലോകത്തേക്ക് നമ്മളെ തുറന്നു വിട്ടിരിക്കുക. നമുക്ക് സൗകര്യമുള്ള പോയൊക്കെ കടിച്ചു വെക്കാം. അപ്പോൾ അതുകൊണ്ട് അത് ആ രീതി പോകാൻ അത്ര എളുപ്പമല്ല. പിന്നെ RSSകാരാണെങ്കിൽ കൗണ്ടർ സ്ട്രാറ്റജീസ് മെനയുന്നതിൽ വളരെ മിടുക്കന്മാരാണ്. അതിന് പ്രത്യേകിച്ച് അവരാരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. മറക്കേണ്ടത് മറക്കാനും സമർത്ഥിക്കേണ്ടത് സമർത്ഥിക്കാനും അതിനുള്ള സംവിധാനം RSSനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അവരെ ബീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ പാർട്ടി കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം, ഈ ഇന്ത്യ മുന്നണിയുമായിട്ടുള്ള സഖ്യം അത് പാർട്ടിക്ക് ദോഷം ചെയ്തു എന്നാണ്. കേരളത്തിൽ ദേശീയ തലത്തിൽ ഈ അഡ്രസ്സ് കിട്ടണമെങ്കിൽ ആ സഖ്യത്തിൽ നിൽക്കണം, അല്ല BJPൻ്റെ കൂടെ പോകണം. ദേശീയ തലത്തിൽ എവിടെ സാധനം ഉള്ളത്? കോൺഗ്രസ് അല്ലേ ഉള്ളൂ. ഇപ്പോൾ ത്രിപുര ഒഴിച്ച് മൊത്തം 13 സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് ശേഷം തെരഞ്ഞെടുപ്പുകൾ നടന്നു. അതിൽ ത്രിപുര ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഗണ്യമായ രീതിയിൽ വോട്ട് കുറഞ്ഞു എന്നാണ് പാർട്ടി കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. ഈ ത്രിപുരയിൽ മാത്രമാണ് പിടിച്ചു നിൽക്കാനായത്. ഇത് ഈ ഇന്ത്യ മുന്നണിയുമായിട്ടുള്ള ബന്ധം കൊണ്ടാണോ വാസ്തവത്തിൽ? ആന്നല്ല, അത് അവരുടെ സ്വയംകൃതാനർത്ഥം കൊണ്ടാണ്. ഇന്ത്യ മുന്നണി ഭാഗമായിരുന്നല്ലോ. ഇവിടെ ഏറ്റവും വലിയ ശത്രു കോൺഗ്രസ് ആയിരുന്നില്ല ബംഗാളിലും ത്രിപുരയിലേക്ക്. അടുത്ത അതല്ലേ BJP വന്നത്. സ്വയംകൃതാനർത്ഥമാണ്. കേരളത്തിൽ പിന്നെ
ദേശീയ തലത്തിൽ പിന്നെ ഒരു മുന്നണി നിന്ന് കേരളത്തിൽ തമിഴ്നാട്ടിൽ പോകുമ്പോൾ ഒരു മുന്നണി, ഇവിടെ നിന്ന് 2 മുന്നണി പറയുമ്പോൾ അത് സമർത്ഥിക്കാൻ കുറച്ച് പാടാണ്. അല്ലെങ്കിൽ നിരന്തരം ആ രീതിയിൽ BJPക്കെതിരെ ഫൈറ്റ് ചെയ്യണം, നരേന്ദ്രമോദീനെ പ്രധാനമന്ത്രിയാണ് മൈൻഡ് ചെയ്യില്ല എന്ന് പറയണം, എങ്കിലേക്ക് ആളുകൾ കൺവിൻസ് ചെയ്യുക. അത് പറയാൻ പറ്റില്ലല്ലോ. പ്രധാനമന്ത്രിയാണ് മൈൻഡ് ചെയ്തേ പറ്റും. മൈൻഡ് പ്രത്യേകിച്ചും ഈ എന്താ പറയാ വിവരാവകാശമൊക്കെ വളരെ വളരെ ലിബറൽ ആയിരിക്കുന്ന ഈ കാലത്ത് ഒരു ഈ ഇതുണ്ടല്ലോ, ഈ കേഡർ സംവിധാനങ്ങൾക്ക് എപ്പോഴും പ്രവർത്തിക്കാൻ പറ്റുന്നത് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയിലാണ്. ഇൻഫർമേഷൻ സൊസൈറ്റി ഓപ്പൺ ആകുമ്പോൾ, ഇൻഫർമേഷൻ ലഭ്യമാകുമ്പോൾ ഈ കേഡർ സംവിധാനത്തിൽ നിൽക്കാൻ പറ്റില്ല. ആളുകൾ സ്വയം ചോദിച്ചോളൂ. നിങ്ങൾ ലിമിറ്റഡ് ഇൻഫർമേഷൻ കൊടുക്കുമ്പോഴാണ് ആളുകൾ നിങ്ങൾ അനുസരിക്കുന്നത്. കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അവരതിൻ്റെ ഹൗ വാട്ട് വൈ ചിന്തിക്കും. അപ്പോൾ നിങ്ങളെ ഈ RSS എങ്ങനെയാണ് അതിനെ RSS ഇതിനെ മറികടക്കാൻ വേറെ സിസ്റ്റം അവർക്കുണ്ട്, പല രീതിയിൽ ഇടപെടാനുള്ള ഒരു സിസ്റ്റം അവർക്കുണ്ട്. അത് കണ്ട് പഠിക്കേണ്ടതാണ്. RSSന് ഏറ്റവും വലിയ ഇത് രണ്ടും തുടങ്ങി ഒരേ സമയത്താണ്, 25-ലല്ലേ 2 തുടങ്ങുന്നത്. RSSന് ഒഴുക്കിനനുസരിച്ചുള്ള നീന്തലായിരുന്നു. ഇന്ത്യയിലെ ട്രഡീഷണൽ സിസ്റ്റത്തിന് ഒപ്പമുള്ള നീന്തലായിരുന്നു. ഇടതുപക്ഷം എന്ന് വെച്ചാൽ ഒഴുക്കിനെതിരെയുള്ള നീന്തലായിരുന്നു. അപ്പോൾ ഒഴുക്കിന് അനുകൂലമായി നീങ്ങുന്നതിന് എല്ലാ ഗുണവും RSSന് കിട്ടിയിട്ടുണ്ട്. CPM ഒഴുക്കിനെതിരെ ഒരുപാട് നീന്തി, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ദിശ മാറ്റി ഒഴുക്കിന് അനുകൂലമായി, പിന്നെ ഇതിന് കൺഫ്യൂഷനായി കുറുകെ നീന്തി തുടങ്ങി. ഈ കൺഫ്യൂഷനാണ് സത്യത്തിൽ ഇന്ത്യ കമ്മ്യൂണിസത്തെ തകർത്ത് കളഞ്ഞത്. കൺഫ്യൂഷൻ ആണ് സിയെ തകർത്ത് കളഞ്ഞത്. RSS അങ്ങനെ ഒരു സംശയമില്ല, അവർ ഒഴുക്കിനനുസരിച്ചായിരുന്നു. അപ്പോൾ ഒഴുക്കിനനുസരിച്ച് നീങ്ങി ആദ്യ സമയത്ത് ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറഞ്ഞു ഈ മുസ്ലിം ക്രിസ്ത്യൻ ആൻഡ് കമ്മ്യൂണിസ്റ്റുകാർ. അതിലെ ഒരു പ്രശ്നം എന്താണെന്ന് മനസ്സിലായി, അല്ല സാഹചര്യം മാറിയപ്പോൾ അത് എടുത്തു മാറ്റി കളഞ്ഞു. ആദ്യ കാലഘട്ടത്തിൽ ദളിത് വിഭാഗങ്ങളെ വലിയ രീതിയിൽ ആകർഷിക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ അവരെ രാജീവ് ഭയ്യയുടെ സമയത്ത് OBC ദളിത് വിഭാഗങ്ങളെ കൊണ്ടുവരാതെ ശക്തമായ പരിപാടി തുടങ്ങി. ഇപ്പോൾ ഭരണം കിട്ടി കംഫർട്ടബിൾ ആയപ്പോൾ മുസ്ലിം സൈഡിലുള്ള പ്രശ്നം ഏതാണ്ടൊക്കെ RSS തീർത്ത മട്ടാണ്. ഇതിൽ ന്യൂനപക്ഷ മോർച്ചയൊക്കെ തുടങ്ങി സാധാരണക്കാരായ ഈ ഭരണം കൊണ്ടൊന്നും ഗുണം കിട്ടാത്ത സാധാരണക്കാരായ മുസ്ലിങ്ങൾ RSSന് കൂടെ നിർത്തുന്നു ശ്രമിക്കും. അങ്ങനെ ഒഴുക്കിനനുസരിച്ച് നീന്തുന്നതിൻ്റെ ആനുകൂല്യങ്ങൾ എപ്പോഴും സംഘടനയ്ക്ക് കിട്ടിയിരുന്നു. അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി അവരെപ്പോഴും കാണിച്ചിരുന്നു. അതാണ് RSSന്റെ ഭരണം കൂടി കയ്യിലിരിക്കുമ്പോൾ അത് വളരെ എളുപ്പമാണ്. അതായത് മുസ്ലിംസിൻ്റെ ഉത്തരേന്ത്യൻ മുസ്ലിംസ് എനിക്കൊന്നും വൻതോതിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ പൗരത്വ ബില്ലൊന്നും ആസാമിൽ എടുത്തിട്ട പോലെ എടുത്ത് അലക്കിയിട്ടില്ലെങ്കിൽ മുസ്ലിം യൂത്തിൻ്റെ ഇടയിൽ സാധാരണക്കാരായ തുടക്കത്തിൽ ഒരു ഓളം ഉണ്ടാക്കാൻ സാധിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ അത് വളരെ പെട്ടെന്ന് തന്നെ BJP അതിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഇപ്പം മോഹൻ ഭഗവത്തൊക്കെ പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഉത്തരേന്ത്യയിൽ, കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല, കേരളത്തിൽ മുസ്ലിംസ് കുറച്ച് അത്യാവശ്യം റിച്ച് അഫ്ലുവൻ്റൊക്കെയാണ്. ഉത്തരേന്ത്യയിലെ മുസ്ലിംസിനിടയിൽ സാധാരണക്കാർക്ക് ഒന്നും കിട്ടിയില്ല. 40-50 വർഷമായി 50 വർഷം ദാരിദ്ര്യത്തെയും കഷ്ടപ്പാടിനെ ആരും അഡ്രസ് ചെയ്തില്ല. അല്ല, മുതലെടുക്കുകയായിരുന്നു പലരും. ചില കുടുംബങ്ങൾ മാത്രം മുതലെടുക്കുകയായിരുന്നു. പിന്നെ നവാബ് കുടുംബങ്ങൾ എന്ന് വെച്ചാൽ അത് അവർ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ അഡ്രസ് ചെയ്യുക ഒരു ചെറിയ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ മുസ്ലിംസിൻ്റെ ആറ്റിറ്റ്യൂഡ് അവിടെ മാറും. അവിടെ നമ്മൾ ഈ പറയുന്നതിൻ്റെ മാതിരി ആളുകൾക്ക് മതവിദ്വേഷവും വർഗീയതയൊന്നും ബുദ്ധിപരമായിട്ടല്ല, അത് വൈകാരികമാണ്. ഒരു ഓളം ഉണ്ടായി അതങ്ങ് പോകും. അല്ല, കേരളത്തിൽ എന്താ അറിയോ, കേരളത്തിൽ നമുക്ക് ഇവിടെ അങ്ങനെ വർഗീയ അലാവൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് ഈ പറയുന്ന വർഗീയ ചിന്താഗതി ബുദ്ധിപരമാണ്. ഇവിടെ അതിഭീകരമാണ്. അവിടെ അതങ്ങ് പോവും. ആനന്ദ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ വർഗീയത വന്നു കഴിഞ്ഞാൽ എളുപ്പം പോവില്ല. ഉത്തരേന്ത്യ അതല്ല, അത് 2 വർഷം കഴിയുമ്പോൾ ആളുകൾ മാറും. വലിയ കലാപം ഉണ്ടായാൽ പോലും ഇവിടെ അതല്ല. ഇവിടെ ഒരു കലാപമില്ലെങ്കിൽ പോലും നിങ്ങളത് എല്ലാ വിഭാഗങ്ങളെയും ഈ യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെ അടിയിൽ നിന്ന് കമൻറ്റുകൾ നോക്കിയാൽ മതി. ഒരു സെൻസും ഇല്ലാത്ത, ഒന്നും മനസ്സിലാക്കാൻ സമയം ഭൗതികമായിട്ടുള്ള വിദ്വേഷത്തിൽ അധിഷ്ഠിതമായ സാധനങ്ങളാണ് ഭൂരിപക്ഷം വരുന്നത്. അത് RSSകാരോ CPM-മാരോ കോൺഗ്രസ്സുകാരോ SDPIക്കാരോ മാത്രമേ, എല്ലാവരും. അതാണ് കേരളം അപകടം പിടിച്ചൊരു ഭൂമിയാണ്. നിങ്ങളൊരു കാര്യം, ഉത്തരേന്ത്യക്കാർക്ക് മലയാളികളെ പേടിയാണ്. എന്തുകൊണ്ടാണ് പറയുക? ഉത്തരേന്ത്യക്കാർ എന്തെങ്കിലും പ്രശ്നം പാരായി അവിടെ തീരൂ. മലയാളി ഈ പ്രതികാരം ഉള്ളിൽ കൊണ്ടു ചടക്കും. എന്തിന് സൗകര്യം 10-30 വർഷം കഴിയുമ്പോൾ പ്രതികാരം ചെയ്യും. ഇത് ഉത്തരേന്ത്യക്കാർ സത്യത്തിൽ പറഞ്ഞാൽ മലയാളികൾ പേടിയാണ് അവർക്ക്. അത് കാരണം ഇതാണ്, ഈ സാധനം ഉണ്ട് മലയാളിക്ക്. ഇത് കണ്ണൂർ സംഭവിക്കാറുണ്ട്. ഇവർ ഈ രാഷ്ട്രീയ കൊലപാതകം ഉണ്ടല്ലോ, ഒരുത്തവൻ കൊലപാതകമൊക്കെ ചെയ്ത് അല്ലെങ്കിൽ കേസ് പെട്ട് ഇവൻ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടും. 30 വർഷം കഴിഞ്ഞിട്ട് അവൻ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയി ആ നാട്ടിൽ ഉത്സവത്തിന് വരും. അത്രയും വർഷം കാത്തു നിന്നിട്ട് ആക്ഷൻ നടപ്പിലാക്കും. മലയാളിക്ക് അങ്ങനെ സാധനമുണ്ട്. എന്തായാലും നമ്മൾ പാർട്ടി കോൺഗ്രസ്സിലാണ് തുടങ്ങിയത്. ഒരു മലയാളി എനിക്ക് തോന്നുന്നു, അല്ല, നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും യോഗ്യൻ ബേബിയാണ്. പല കാരണങ്ങളുണ്ട്. ബേബി നല്ലൊരു കമ്മ്യൂണിസ്റ്റാണ്. നന്നായി ഭാഷ അറിയാം, ഡൽഹിയിൽ നല്ല എക്സ്പോഷർ ഉണ്ട്, ഹിന്ദി അറിയാം. പാർട്ടിയിലെ കുമാരപിള്ള സാറും കൂടിയാണ്. അല്ല, അങ്ങനെ ബേബി അല്ല, ബേബി കുറച്ചും ലൈവ്. കുമാരപിള്ളൊക്കെ വേറെ ഉണ്ട്. ബേബി അങ്ങനെയല്ല, ബേബി കുറച്ചുകൂടി ലൈവായിട്ടുള്ള ആളാണ്. എനിക്ക് ആ ബേബിനോട് സംസാരിച്ച പല ഘട്ടങ്ങൾ, വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് തന്നെ പല ഘട്ടങ്ങൾ ബേബി വളരെ ലൈവാണ്. മാറ്റങ്ങൾ വേണം. ഡൽഹിയിൽ ഒരുപാട് ജാതി അഡ്രസ്സ് ചെയ്യണമെന്ന് പാർട്ടി ഒഫീഷ്യലി പറയുന്നതിന് മുമ്പ് ബേബി പേഴ്സണലായിട്ട് നമ്മളോടൊക്കെ പറയാം, ജാതി ഒരു വലിയൊരു പ്രശ്നമാണ് ഇന്ത്യയിൽ, അത് നമ്മൾ അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ വളരെ സെൻസും സെൻസിബിലിറ്റി ഉള്ള ഒരാളാണ് ബേബി.
പക്ഷേ ബേബി ഈ പറയുന്ന പോലെ ബേബി ചിലപ്പോൾ മൈക്ക് കൈ കിട്ടിയ ബേബീൻ്റെ ഇടയിൽ ഈ പറയുന്ന പോലെ ഒരു താത്തിയും കയറി വരും. അത് മാത്രമാണ് ബേബിയുടെ പ്രശ്നം. ഇടയ്ക്കിടയ്ക്ക് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആദ്യം അതൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു ക്രിസ്ത്യൻ, അത് ലാറ്റിൻ ക്രിസ്ത്യൻ ആണ്, അങ്ങനെ മനസ്സിലാക്കുന്നത്. ലാറ്റിൻ ക്രിസ്ത്യൻ പാർട്ടിയുടെ സെക്രട്ടറി ആവുന്നത്, വലിയ ഇൻ്റർനാഷണൽ കണക്ഷൻസ് ഒക്കെ ഉള്ള ഒരാൾ, താരതമ്യേന ഈ വായനയും അല്ലെങ്കിൽ ഫിലോസഫിയുടെയൊക്കെ ഒരു മൂല്യം അറിയാവുന്ന ആൾ, ഈ ബസ്സിന് കല്ലറയിൽ മാത്രമല്ല രാഷ്ട്രീയം അറിയാവുന്ന ഒരാൾ എന്ന രീതിയിൽ എന്തുകൊണ്ടും ബേബിയാണ് യോഗ്യൻ. പ്രഭാതിന് എന്നാൽ പ്രകാശ് കാരാട്ടൻ അതില്ല. പ്രകാശ് നമ്മൾ JNU പഠിച്ചൊരു എലീറ്റ് ഗാൻസാക്കൾ കിടന്ന് കറങ്ങുന്നതാണ്. അയാൾക്ക് ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് അറിയില്ല, വായിച്ച അറിവുള്ളൂ. ബേബിക്ക് അതറിയാം. പറ്റിയ ആൾ. പിന്നെ ഉള്ള പിണറായിയാണ്. പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഈ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി നീതി ഒരുപാട് പണി ഇവിടെ ഉണ്ട്. പിന്നെ ബേബിയുടെ അത്ര ഭാഷാ പരിചയമോ അല്ലെങ്കിൽ ആളുകളോട് ഇടപെടുന്ന അത്ര ഒരു സുഖമല്ല. പിണറായി സത്യത്തെ ക്ലോസായ ആളുകൾ ഇടപെടുന്ന വളരെ ഹൃദ്യമായി ഇടപെടുന്ന ആളാണ്, നല്ല ആതിഥേയനാണ്. പക്ഷേ ഒരു വലിയൊരു വിഭാഗത്തോട് അദ്ദേഹം ആ രീതിയിൽ ബേബീൻ്റെ അത്ര അങ്ങോട്ട് ഏകിച്ചിരുന്നു എനിക്ക് തോന്നുന്നില്ല. പറ്റിയ ആൾ ബേബിയാണ്. ഇവരാക്കുമെന്നൊന്നും എനിക്കറിയില്ല, നമുക്കറിയില്ല. നിങ്ങൾക്കോ എനിക്കോ ഈ പാർട്ടിയെ പറ്റി ഒന്നും അറിയില്ല. കാത്തിരുന്ന് കാണാം. മണിക്കൂറുകളെ ബാക്കിയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.